പൗരോഹിത്യമെന്നത് പങ്കുവയ്ക്കപ്പെടലാണെന്ന് തൻ്റെ സേവനത്തിൻ്റെ വിവിധ തലങ്ങളിൽ പ്രതിഫലിപ്പിച്ച പുരോഹിതൻ പെരിയ ബഹുമാനപ്പെട്ട തോമസ് കാക്കശ്ശേരി. പങ്കുവച്ച സമയത്തിൻ്റെയും കഴിവുകളുടെയും പ്രത്യേകമായ നേതൃത്വ പാടവത്തിൻ്റെയും ഗുണഭോക്താക്കൾ സമൂഹത്തിൻ്റെ നാനാതുറയിലുള്ളവരായിരുന്നു. മറ്റം ഇടവക കാക്കശ്ശേരി കൊച്ചാവുണ്ണി കൊച്ചുറോസ ദമ്പതികളുടെ മകനായി 1960 ജൂലൈ 27 ജനിച്ച തോമസ് അച്ചൻ പ്രാഥമിക വിദ്യാഭ്യാസത്തിനു ശേഷം തോപ്പ് സെന്റ് മേരീസ് മൈനർ സെമിനാരിയിലും കോട്ടയം സെന്റ് തോമസ് അപ്പസ്തോലിക് സെമിനാരിയിലും പൗരോഹിത്യ പരിശീലനം പൂർത്തിയാക്കി. 1985 ഡിസംബർ 26 ദിവംഗതനായ അഭിവന്യമാർ ജോസഫ് കുണ്ടുകുളം പിതാവിൽ നിന്നും തിരുപ്പട്ടം സ്വീകരിച്ചു. അതിരൂപത കോർപ്പറേറ്റ് എഡ്യൂക്കേഷൻ ഏജൻസി മാനേജർ, അതിരൂപതയുടെ വികാരി ജനറൽ, ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ്, മഹാജൂബിലി ട്രെയിനിംഗ് കോളേജ്, ത്യാഗരാജാർ പോളിടെക്നിക്, സെന്റ് മേരീസ് ITI, തൊഴിലഭ്യസന പീഠം എന്നീ വിവിധ സ്ഥാപനങ്ങളുടെ മാനേജറായി പ്രവർത്തിച്ചിട്ടുള്ള അദ്ദേഹം ഇപ്പോൾ തൃശൂർ ബസിലിക്ക ഇടവക റക്ടറായി സേവനം ചെയ്യുന്നു. വിദ്യാഭ്യാസത്തിനൊപ്പം കുട്ടികളുടെ സ്വഭാവ രൂപീകരണത്തിലും ഉറച്ച നിലപാടുകളുള്ള അദ്ദേഹത്തിൻ്റെ നിസ്വാർത്ഥ സേവനങ്ങൾക്കുള്ള അംഗീകാരമായി പേപ്പൽ ബഹുമതിയും തേടിയെത്തിയിരിക്കുന്നു. നിങ്ങളിൽ വലിയവൻ നിങ്ങളുടെ ശുശ്രൂഷകനായിരിക്കട്ടെ എന്ന ദൈവവചനം ശിരസാ വഹിച്ച് അദ്ദേഹം നടത്തിയ എല്ലാ ത്യാഗോജ്ജലമായ പ്രവർത്തനങ്ങൾക്കും 1000 അഭിനന്ദനങ്ങൾ. തൻ്റെ പിൻഗാമികളെ പൗരോഹിത്യത്തിൻ്റെ വിവിധ തലങ്ങളിൽ കറതീർന്നവരാക്കാൻ അറിവിനേക്കാൾ ജ്ഞാനം പകർന്നു നൽകി രൂപപ്പെടുത്തിയും തൻ്റെ യജപാലന ദൗത്യത്തിൽ വിവിധ ഫൊറോനകളിൽ തേജസ്സുറ്റ സേവനം കാഴ്ചവെച്ചും ജൈത്രയാത്ര തുടരുന്ന പെരിയ ബഹുമാനപ്പെട്ട ജോസ് വല്ലൂരാൻ. ചുവന്ന മണ്ണിടവക വല്ലൂരാൻ ചെറിയാൻ ഏലിക്കുട്ടി ദമ്പതികളുടെ മകനായി 1960 ആഗസ്റ്റ് 17 ജനിച്ച ജോസച്ചൻ പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം തോപ്പ് സെന്റ് മേരീസ് മൈനർ സെമിനാരിയിലും കോട്ടയം സെന്റ് തോമസ് അപ്പസ്തോലിക് സെമിനാരിയിലും പൗരോഹിത്യ പരിശീലനം പൂർത്തിയാക്കി. 1985 ഡിസംബർ 31 ദിവംഗതനായ അഭിവന്യമാർ ജോസഫ് കുണ്ടുകുളം പിതാവിൽ നിന്നും തിരുപ്പട്ടം സ്വീകരിച്ചു. തൃശൂർ മൈനർ സെമിനാരി പ്രൊക്രേറ്റർ, വൈസ് റക്ടർ, കോട്ടയം അപ്പസ്തോലിക് സെമിനാരി പ്രൊഫസർ, പുതുക്കാട് മറ്റം എന്നിവിടങ്ങളിൽ ഫൊറോന വികാരി, അതിരൂപതയുടെ വികാരി ജനറൽ എന്നീ നിലകളിൽ സേവനം ചെയ്ത അദ്ദേഹം ഇപ്പോൾ തൃശൂർ ലൂർദ് കത്തീഡ്രൽ ഇടവക ഫൊറോന വികാരിയായി സേവനം ചെയ്യുന്നു. സഭയുടെ കാര്യനിർവഹണങ്ങളിൽ ഉത്തരവാദിത്വത്തോടെയും വിശ്വസ്തയോടെയും നേതൃത്വം നൽകിയ അദ്ദേഹം ആത്മാർത്ഥ സേവനത്തിൻ്റെ ഉദാഹരണമായി മാറിയിരിക്കുന്നു. ജ്ഞാനവും വിനയവും നിറഞ്ഞ പ്രചോദനപരമായ ജീവിതം അദ്ദേഹത്തെ പേപ്പൽ ബഹുമതിക്ക് അർഹനാക്കിയിരിക്കുന്നു. സഭയ്ക്കും വിശ്വാസ സമൂഹത്തിനും അദ്ദേഹം നൽകിയ സേവനങ്ങൾക്ക് 1000 നന്ദിയും അഭിനന്ദനങ്ങളും. ദൈവം തന്ന താലന്തുകൾ പല മടങ്ങായി വളർത്തിയെടുത്ത് ആ താലന്തുകളുമായി സഭയോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കാൻ എപ്പോഴും ശ്രദ്ധാലുവായ അൽമായൻ. മിഡിൽ ഈസ്റ്റിൽ സഭയ്ക്ക് വളരാൻ വളക്കൂറുള്ള മണ്ണൊരുക്കുന്നതിൽ അക്ഷീണം പരിശ്രമിക്കുന്ന ശ്രീ ഡേവിസ് എടക്കളത്തൂർ, പെരിങ്ങോട്ടുകര ഇടവക എടക്കളത്തൂർ ഇട്ടൂപ്പ് മറിയാമ്മ ദമ്പതികളുടെ മകനായി 1961 ഫെബ്രുവരി 2 ജനിച്ചു. തൃശൂർ കേരളവർമ്മ കോളേജിൽ നിന്നും ബിരുദാനന്തര ബിരുദം നേടിയ അദ്ദേഹം ഖത്തറിൽ വ്യാപാര രംഗത്ത് പ്രവർത്തിച്ചു വരുന്നു. സീറോ മലബാർ പ്രൊഫഷണൽ ലൈറ്റി ഫോറത്തിൻ്റെ ചെയർമാൻ, അതിരൂപത പാസ്റ്ററൽ കൗൺസിൽ അംഗം, മിഡിൽ ഈസ്റ്റ് കത്തോലിക്ക കോൺഗ്രസിൻ്റെ പ്രസിഡന്റ്, ഗ്ലോബൽ കത്തോലിക്ക കോൺഗ്രസിൻ്റെ വൈസ് പ്രസിഡന്റ്, ഖത്തറിലെ സീറോ മലബാർ അസോസിയേഷൻ വൈസ് പ്രസിഡന്റ്, ഖത്തറിലെ സീറോ മലബാർ ലൈറ്റി ഫോറം പ്രസിഡന്റ് എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുള്ള അദ്ദേഹം അനേകം ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തിട്ടുണ്ട്. ഭാര്യ ജന്ന, മക്കൾ ഡോക്ടർ ഡന്നാസ്, ഡോക്ടർ ഡൽഗീന,
ഡോക്ടർ ഡീജൻ. കൂടുമ്പോൾ ഇമ്പമുള്ള ഒരു കുടുംബത്തിനൊപ്പം സഭയുടെ നാനാവിധമുള്ള പ്രവർത്തനങ്ങളിൽ ഉണർവോടെ പ്രവർത്തിക്കുന്ന ശ്രീ ഡേവിസ് എടക്കളത്തൂരിന് ഷെവലിയർ പട്ടം നൽകി ആദരിക്കുന്നു. ഏറെ അഭിമാനത്തോടെ അഭിനന്ദനങ്ങൾ. സഭയുടെ ചരിത്രത്തെയും സാമൂഹ്യ പഠനങ്ങളെയും കുറിച്ച് ആഴത്തിൽ പഠിച്ച, കാച്ചിക്കുറുക്കിയ വാക്കുകളാൽ സഭയുടെ ആശയങ്ങൾ വിശ്വാസികളിലേക്ക് എത്തിക്കുന്ന, സത്യത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും ശബ്ദമായി നിലകൊള്ളുന്ന പ്രൊഫസർ KM ഫ്രാൻസിസ്, തൃശൂർ ലൂർദ് കത്തീഡ്രൽ ഇടവകാംഗമായ കോടങ്കണ്ടത്ത് മാത്യു ജെന്നി ദമ്പതികളുടെ മകനായി 1959 മെയ് 12 ജനിച്ചു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എക്കണോമിക്സിൽ ഡോക്ടറേറ്റ് നേടിയിട്ടുള്ള അദ്ദേഹം ഫിലിപ്പൈൻസിലെ മനില യൂണിവേഴ്സിറ്റിയിൽ നിന്ന് സാമൂഹ്യ ശാസ്ത്രത്തിലും റോമിലെ സെന്റ് തോമസ് അക്വീനാസ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും സഭയുടെ സാമൂഹ്യ പഠനങ്ങൾ എന്ന വിഭാഗത്തിലും ഡിപ്ലോമകൾ നേടിയിട്ടുണ്ട്. തൃശൂർ സെന്റ് തോമസ് കോളേജിൽ അധ്യാപകനായും തൃശൂർ മേരിമാത സെമിനാരി, കോട്ടയം സെന്റ് തോമസ് അപ്പസ്തോലിക് സെമിനാരി എന്നിവിടങ്ങളിലും അധ്യാപകനായി സേവനം ചെയ്തിട്ടുണ്ട്. തൃശൂർ അതിരൂപത പാസ്റ്ററൽ കൗൺസിലിൽ 40 വർഷത്തോളം അംഗമായ അദ്ദേഹം KCYM രൂപത പ്രസിഡന്റ്, കത്തോലിക്ക കോൺഗ്രസ് പ്രസിഡന്റ്, സീറോ മലബാർ സഭയുടെ പബ്ലിക് അഫയേഴ്സ് കമ്മീഷൻ, തിയോളജിക്കൽ കമ്മീഷൻ, ലിറ്റർജിക്കൽ കമ്മീഷൻ എന്നിവയിൽ അംഗം, KCBCയുടെ കീഴിലുള്ള കേരള കാത്തലിക് ഫെഡറേഷൻ പ്രസിഡന്റ്, ലൈറ്റി കമ്മീഷൻ സെക്രട്ടറി, POC എക്സിക്യൂട്ടീവ് മെമ്പർ, CBCIയുടെ കീഴിലുള്ള കാത്തലിക് കൗൺസിൽ ഓഫ് ഇന്ത്യയിലെ അംഗം, കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ വൈസ് പ്രസിഡന്റ് എന്നീ നിലകളിൽ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. ഭാര്യ ആലിസ്, മക്കൾ മേരി, സെലിൻ, ത്രേസ്യ, മാത്യു. അധ്യാപന രംഗത്തും സാമൂഹ്യ സേവന മേഖലകളിലും സാഹിത്യരംഗത്തും അദ്ദേഹം നടത്തിയ ശുശ്രൂഷകൾ അനേകരുടെ ആത്മീയ വളർച്ചയ്ക്ക് വഴികാട്ടിയായി. അതിനുള്ള ആദരമെന്നോണം അദ്ദേഹത്തെ ഷെവലിയർ പദവി നൽകി ആദരിക്കുന്നു. വിശ്വാസ സമൂഹത്തിൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. നീതിയുടെ പാതയിൽ ഉറച്ചുനിന്ന് അഭിഭാഷക വൃത്തിയിലൂടെ തൻ്റെ അടുക്കൽ വരുന്നവർക്ക് ക്രിസ്തുവെന്ന ന്യായാധിപനെ പകർന്നുകൊടുക്കുന്ന അഡ്വക്കേറ്റ് ബിജു കുണ്ടുകുളം. ചൊവ്വൂർ ഇടവകാംഗമായ കുണ്ടുകുളം ജോസഫ് റേച്ചൽ ദമ്പതികളുടെ മകനായി 1967 മെയ് 11 ജനിച്ചു. ബാംഗ്ലൂർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് LLB നേടിയിട്ടുള്ള അദ്ദേഹം വക്കീലായി 3 പതിറ്റാണ്ടോളം ജോലി ചെയ്യുന്നു. തൃശൂർ അതിരൂപത പാസ്റ്ററൽ കൗൺസിൽ സെക്രട്ടറിയായിരുന്ന അദ്ദേഹം KCSL രൂപത പ്രസിഡന്റ്, കത്തോലിക്ക കോൺഗ്രസ് അതിരൂപത പ്രസിഡന്റ്, കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ സെക്രട്ടറി, തൃശൂർ അതിരൂപത അഡ്വക്കേറ്റ്സ് ഫോറം സ്ഥാപകാംഗം, ബോണ്ണത്താലെ കൺവീനർ, KCBCയുടെ നേതൃത്വത്തിലുള്ള കേരള കാത്തലിക് ഫെഡറേഷൻ ട്രഷറർ, ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് എക്സിക്യൂട്ടീവ് അംഗം, അതിരൂപതയിലെ വിവിധ ട്രസ്റ്റുകളിലെ അംഗം എന്നീ നിലകളിലും പ്രവർത്തിച്ചിട്ടുണ്ട്. ഭാര്യ ബെറ്റ്സി, മക്കൾ ജോസഫ്, റാഹേൽ. നീതിയെ സ്നേഹിക്കുകയും ദയയിൽ ആനന്ദിക്കുകയും നിന്റെ ദൈവത്തോടുകൂടെ താഴ്മയോടെ നടക്കുകയും ചെയ്യുക എന്ന തിരുവചനത്തെ നെഞ്ചിലെത്തിയ അദ്ദേഹത്തെ തേടി ഷെവലിയർ പദവിയും വന്നെത്തിയിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ സമർപ്പിത സേവനങ്ങൾക്ക് ഹൃദയം നിറഞ്ഞ ആശംസകളും അഭിനന്ദനങ്ങളും. ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും വിശ്വാസം, ഉത്തരവാദിത്തം, വിനയം എന്നിവയുടെ ബഹിസ്ഫുരണമെന്നോണം ക്രിസ്തുവിനെ മറ്റുള്ളവരിലേക്ക് പകർന്നുകൊടുക്കുന്നതിൽ ശ്രദ്ധാലുവായ ഉല്ലൂക്കര ഇടവകാംഗമായ ഡോക്ടർ മേരി റെജീന. തിരുവനന്തപുരം പട്ടം കുരിശിങ്കൽ ഫ്രാങ്ക്ലിൻ തോമസ് ഫിലോമിന ദമ്പതികളുടെ മകളായി 1968 ജനുവരി 13 ജനിച്ചു. സോയിൽ ആൻഡ് വാട്ടർ എഞ്ചിനീയറിംഗിൽ ഡോക്ടറേറ്റ് നേടിയ ശ്രീമതി മേരി റെജീന
തൃശൂർ കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റിയിലെ കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ പ്രൊഫസർ, ഡിപ്പാർട്ട്മെന്റ് ഹെഡ്, ഫിസിക്കൽ പ്ലാന്റ് ഡയറക്ടർ എന്നീ തസ്തികകളിൽ ജോലി ചെയ്യുന്നു. CBCIയുടെ കീഴിലുള്ള കാത്തലിക് കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റ്, KCBCയുടെ നേതൃത്വത്തിലുള്ള കേരള കാത്തലിക് കൗൺസിൽ ജോയിന്റ് സെക്രട്ടറി, കേരള കാത്തലിക് ഫെഡറേഷൻ വൈസ് പ്രസിഡന്റ്, തൃശൂർ അതിരൂപത പാസ്റ്ററൽ കൗൺസിൽ ജോയിന്റ് സെക്രട്ടറി, പാസ്റ്ററൽ കൗൺസിൽ സെക്രട്ടറി, സീറോ മലബാർ സഭയുടെ ഔദ്യോഗിക വക്താവ്, ഫെഡറേഷൻ ഓഫ് ഏഷ്യൻ ബിഷപ്സ് കോൺഫറൻസിൻ്റെ പ്രീ സിനഡൽ അസംബ്ലിയിലെ ഡെലഗേറ്റ്, സീറോ മലബാർ സഭയുടെ മീഡിയ കമ്മീഷൻ, ലിറ്റർജി കമ്മീഷൻ, സമുദായ ശാക്തീകരണ കമ്മിറ്റി എന്നിവയിൽ അംഗമായും പ്രവർത്തിക്കുന്നു. ഭർത്താവ് നമ്പ്യാർ പറമ്പിൽ ഡോക്ടർ ഷാജി ജെയിംസ്. മക്കൾ അരവിന്ദ്, ആനന്ദ്. തൻ്റെ ജോലി മേഖലയിൽ ഉയരങ്ങൾ കീഴടക്കുന്നതോടൊപ്പം കുടുംബത്തെ കരുതുന്ന നല്ലൊരു അമ്മയും ഭാര്യയും കൂടിയാണ് അവർ. ക്രൈസ്തവ സമൂഹത്തിനായി ഈ തിരക്കുപിടിച്ച ജീവിതത്തിലും അവർ ചെയ്യുന്ന സേവനങ്ങൾ ദാമ പുരസ്കാരത്തിന് അർഹയാക്കിയിരിക്കുന്നു. ദൈവഭക്തിയും കരുണയും നിറഞ്ഞ ഹൃദയത്തോടെ ഡോക്ടർ മേരി റെജീന ചെയ്യുന്ന പ്രവർത്തനങ്ങളെ നന്ദിയോടെ ഓർത്തുകൊണ്ട് ഹൃദയംഗമമായ അഭിനന്ദനങ്ങൾ. ഇവാഞ്ചലൈസ് ത്രൂ ഹംബിൾ സർവീസ്. വിനയപൂർവമായ സേവനത്തിലൂടെ സുവിശേഷം പ്രഘോഷിക്കുക എന്ന താൻ ഉൾപ്പെടുന്ന MMB സഭയുടെ ദൗത്യത്തെ അക്ഷരാർത്ഥത്തിൽ ശിരസാവഹിക്കുന്ന പെരിയ ബഹുമാനപ്പെട്ട ജോസ് ചുങ്കത്ത്, ഇരിങ്ങാലക്കുട രൂപത പുളിങ്കര ഇടവക ചുങ്കത്ത് തൊമ്മൻ ശോശന്നം ദമ്പതികളുടെ മകനായി 1959 നവംബർ 6 ജനിച്ചു. 1979 ഒക്ടോബർ 14 ഫ്രാൻസിസ്കൻ ആത്മീയതയിലൂന്നിയ മലബാർ മിഷണറി ബ്രദേഴ്സ് സന്യാസ സമൂഹത്തിലെ അംഗമായി ആദ്യ വ്രതവാഗ്ദാനം ചെയ്ത ബ്രദർ ജോസ് 1985 മെയ് 12 നിത്യവ്രത വാഗ്ദാനം നടത്തി. MMB സന്യാസ സമൂഹത്തിൻ്റെ ജനറൽ കൗൺസിലിൽ അംഗം, പ്രൊവിൻഷ്യൽ കൗൺസിലിൽ അംഗം, സെന്റ് തോമസ് പ്രൊവിൻസിൻ്റെ പ്രൊവിൻഷ്യൽ സുപ്പീരിയർ എന്നീ തസ്തികകളിൽ ശുശ്രൂഷ ചെയ്ത അദ്ദേഹം MMB സന്യാസ സമൂഹത്തിൻ്റെ സെന്റ് തോമസ് പ്രൊവിൻസിൻ്റെ ഇപ്പോഴത്തെ പ്രൊവിൻഷ്യൽ സുപ്പീരിയറാണ്. ഫ്രാൻസിസ് അസീസിയുടെ ആത്മീയത മാതൃകയാക്കി അദ്ദേഹം നടത്തുന്ന മിഷൻ പ്രവർത്തനങ്ങളും സ്വന്തം സഭയിലെ നേതൃത്വ പാടവവും അദ്ദേഹത്തെ അതിരൂപത ദിന അവാർഡിന് അർഹനാക്കിയിരിക്കുന്നു. ഏറെ സ്നേഹത്തോടെ ബഹുമാനത്തോടെ ദൈവമഹത്വത്തിനായുള്ള ഈ മനോഹര സാക്ഷ്യ ജീവിതത്തിന് അഭിനന്ദനങ്ങൾ. സുവിശേഷം പ്രസംഗിക്കുന്നവരുടെ പാദങ്ങൾ എത്ര സുന്ദരം എന്ന ദൈവവചനം സഹജീവികളിൽ ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ അർത്ഥവത്തായ ജീവിതം നയിക്കുന്ന ശ്രീ സാൻഡി അബ്രഹാം വടയാറ്റുകുഴി. വടക്കാഞ്ചേരി ഇടവക വടയാറ്റുകുഴി അബ്രഹാം മേരി ദമ്പതികളുടെ മകനായി 1965 നവംബർ 11 ജനിച്ചു. 31 വർഷത്തോളമായി വിശ്വാസ പരിശീലന രംഗത്ത് പ്രവർത്തിക്കുന്ന അദ്ദേഹം 10 വർഷത്തോളം വിശ്വാസ പരിശീലന പ്രധാന അധ്യാപകനായി ശുശ്രൂഷ ചെയ്തു. അതിരൂപത മതബോധന കമ്മീഷൻ അംഗം, ഫൊറോന കൗൺസിൽ അംഗം, അതിരൂപത പാസ്റ്ററൽ കൗൺസിൽ അംഗം എന്നിവയിൽ പ്രവർത്തിക്കുന്നു. ഭാര്യ ജെസി, മക്കൾ സാൻജോ, സാംസൺ. അദ്ദേഹം പകർന്നു നൽകിയ ജീവനും ശക്തിയുമുള്ള ദൈവവചനങ്ങൾ അനേകം കുഞ്ഞുങ്ങളെ തീർച്ചയായും ദൈവസ്നേഹത്തിലേക്ക് അടുപ്പിച്ചിട്ടുണ്ട്. തൻ്റെ പിൻഗാമികൾക്ക് പോലും വെല്ലുവിളിയെന്നോണം അദ്ദേഹം നടത്തിയ വേദോപദേശ അധ്യാപനവും മറ്റ് സേവന രംഗങ്ങളും അദ്ദേഹത്തെ അതിരൂപത ദിന അവാർഡിന് അർഹനാക്കിയിരിക്കുന്നു. വരും തലമുറയോടുള്ള കരുതലിന്, ദൈവവചനം പങ്കുവയ്ക്കാൻ കാണിച്ച ഊർജ്ജസ്വലതയ്ക്ക് 1000 അഭിനന്ദനങ്ങളും പ്രാർത്ഥനകളും.